ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഏത് വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇയറിങ്സിൻ്റെയും അതുപോലെ തന്നെ മാലകളുടെയൊക്കെ കളക്ഷൻ ഒന്ന് കാണിക്കാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കമ്മലുകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ. അപ്പം എൻ്റെ അനിയത്തിയുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോരും. അങ്ങനെ കുറേയേറെ കമ്മലുകൾ എനിക്കുണ്ട്. അപ്പം ഇപ്പം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനെയുള്ള കമ്മലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബോക്സിലാണ് ഞാൻ എൻ്റെ ഇയറിങ്സ് എല്ലാം വെച്ചേക്കുന്നത്. ഈ ഒരു ബോക്സിലാണ് ഞാൻ എല്ലാം വെക്കുന്നത്. ഇതുപോലാണ് ഞാൻ എൻ്റെ കമ്മലുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോന്നോരോന്നായി കാണിക്കാം. ഫസ്റ്റ് തന്നെ കുറച്ച് ജിമിക്കകളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ജിമിക്കയാണ്. ഇത് എനിക്ക് അമ്മ വാങ്ങി തന്നതാണ്, എൻ്റെ അമ്മ വാങ്ങി തന്നതാണ്. ഇത് ഞാൻ ഈ സാരി സെറ്റും മുണ്ട് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അടുത്തതും ഒരു റെഡ് കളറുള്ള ജിമുക്കാനാണ്. ഇതും എനിക്ക് അമ്മ തന്നെ വാങ്ങി തന്നതാണ്. പിന്നെ ഇതും ജിമുക്കാനാണ്. ഇതെനിക്ക് അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ഇതൊരു ജിമുക്കയാണ്. ഇതും എനിക്ക് വാവമ്മ വാങ്ങി തന്നതാണ്. പിന്നെ അടുത്തൊരു ജിമുക്കയാണ്. ഇതെനിക്ക് വാവമ്മ തന്നെ വാങ്ങി തന്നതാണ്. ഇതെനിക്ക് കണ്ണഞ്ചോടെ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് അവിടുന്ന് വാങ്ങിയതാണ്, വഴിക്ക് വെച്ചിട്ട് വാങ്ങിയതാണ്. ഇത് എനിക്ക് അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ കട്ടെടുത്തോണ്ട് വരുന്നതായിരുന്നു. അവളുടെ ബോക്സിൽ നിന്ന് കട്ടെടുത്തതാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ജിമുക്ക മോഡലിലെ ഈ ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള കമ്മലുകളാണ്. അത് ബ്ലൂ റെഡും ഉണ്ട്, 2 എണ്ണം വീതം. ഇത് 2 എണ്ണമാണ്. ഇങ്ങനെയുള്ള 2 കമ്മലുണ്ട്. പിന്നെ ഈ ഒരു ജിമുക്ക, ഇതും ജിമുക്ക മോഡൽ തന്നെയാണ്. ഇത് എനിക്ക് പൈങ്കിളി ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന് തന്നതാണ്. ആ ജിമുക്കയുടെ കൂടെ കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ഈ കമ്മൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ഇട്ടപ്പോഴും ചിലർക്കൊക്കെ ഞാൻ ഇട്ടപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ അനിയത്തിയുടെ ഫേവറേറ്റ് ഒരു കമ്മലായിരുന്നു. അപ്പം ഞാൻ ഇതും അവളുടെ കയ്യിൽ നിന്ന് അടിച്ച് പറ്റിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് ഞാൻ ഓൺലൈൻ ത്രൂ വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോയിൽ നിന്നാണോ അറിയത്തില്ല. മീഷോയിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇത് അതിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. നല്ലൊരു കമ്മലാണ്, അതിടുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു കമ്മൽ, ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ തന്നെ പോയി വാങ്ങിയതാണ്. പിന്നെ എനിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തെ റിസപ്ഷന് ഇടാൻ എൻ്റെ ആ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്ത രീതിയിൽ ഒരു കമ്മൽ ഞങ്ങളിത് എസ് ഭാരതിൽ അന്ന് റിസപ്ഷനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. ഇത് തന്നെ സെയിം ഗ്രീൻ എൻ്റെ അനിയത്തിക്കുള്ളത്. അവളുടെ എൻ്റെ ഡ്രസ്സിൻ്റെ തന്നെ സെയിം ഗ്രീൻ ആയിരുന്നേ. പിന്നെ ഇതെനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നു. ഇതിൻ്റെ കല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ണി അത് ഒട്ടിക്കണം. ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതായിരുന്നു. ഇത് എൻ്റെ ഒരു മാമൻ്റെ പാല് കാച്ചിന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി അമ്മയെന്ന് വാങ്ങി തന്നെയാണ്. അപ്പം അനിയത്തിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കമ്മൽ ഇനിയും ഉണ്ട് കേട്ടോ. ഇതും അവളുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതായിരുന്നേ. ഇതൊരു സ്റ്റഡ് ഉള്ള കമ്മലാണ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പ്രാവശ്യം അമ്പലത്തിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് ഒടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇടാൻ പേടിയുണ്ട്. അപ്പം ഒന്ന് ഒട്ടിക്കണം. അപ്പം ഇത് ഞാൻ അടിച്ചു മാറ്റിയതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെയുള്ള ജിമുക്ക, റിങ് മോഡലുള്ള ജിമുക്കയുണ്ട്. ഇതെൻ്റെ ഒരുപാട് വർഷങ്ങളായ കമ്മലാണ്. എനിക്ക് തോന്നുന്നു കോളേജിൻ്റെയൊക്കെ ആദ്യത്തെ ടൈമിൽ ഞാൻ പോകുന്ന സമയത്ത് ഇതായിരുന്നു കണ്ടിന്യൂസ് ഇടുന്നത്. കാരണം അന്ന് ഇതിടുമ്പോൾ രസമായിരുന്നു. അപ്പം ഇത് തന്നെ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അന്നത്തെ ഇതിപ്പോഴും കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു കമ്മലുണ്ട്. ഇത് ഇവിടെ മണിയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, കണ്ണഞ്ചൻ്റെ അമ്മയ്ക്ക്. ഇത് ഒരുപാട് ഇഷ്ടമാണ്. ഇതങ്ങ് പന്നലായി. ഞാൻ കൊട്ടാരക്കര കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ബംഗാളി ചേട്ടൻ ഇങ്ങനെ കമ്മലൊക്കെ കച്ചവടം ചെയ്യാൻ വരുമായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. ഇത് മണിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എവിടെ പോയാലും പറയും ഈ കമ്മലിട്ടാൽ മതിയെന്ന്. അപ്പം ഞാൻ ഇടും. അപ്പോൾ ഇത് നല്ലൊരു കമ്മല്. പിന്നെ ഈ ഒരു കമ്മൽ, ഇതും എനിക്ക് വാവാമ്മ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് മാത്രമല്ല കുറച്ചുണ്ട്. വാവാമ്മയ്ക്ക് എന്തോ നടത്തില്ല, വാവാമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, വാവാമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ കേട്ടോ,
അമ്മയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരുപാട് കമ്മലുകളും മാലകളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് തരും. പക്ഷെ ഞാനത് എപ്പോഴും ഇടത്തില്ല, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഇങ്ങനെ വരുമ്പോഴേ ഇടാറുള്ളൂ. അപ്പം ഇത് അതിനകത്തൊരെണ്ണമുള്ളതാണേ. പിന്നെ അതെ ഈ കമ്മൽ, ഇതും വാവാമ്മ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നതാണേ. ഞാൻ മോഡേൺ ഡ്രസ്സുകൾ ഇടുമ്പോൾ പൊതുവേ ഞാൻ ഇടാറില്ല അങ്ങനെ. അപ്പോൾ ഇടുന്ന സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഇടൂന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. ഞാൻ കുറേയൊക്കെ അനിയത്തിക്ക് കൊടുത്തായിരുന്നു, കാരണം അവളാകുമ്പോൾ ബാംഗ്ലൂരൊക്കെ ഇല്ലേ, അപ്പം പിന്നെ അവൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇടാമെന്ന് കരുതി. ഇതേ ഒരെണ്ണം ഇനിയുണ്ട് കാണിക്കാം. ഇതൊക്കെ എന്തിനാണെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കും, പക്ഷെ ഇത് മൊത്തം കുരുങ്ങി കിടക്കുകയാണ്. ബോക്സിസ് വേറെ ഒന്നുമില്ല, ബോക്സി സ്ഥലമില്ലാത്തതുകൊണ്ട് അതെ, ബോക്സി സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഞാനിങ്ങനെ ഒരുമിച്ചിട്ടേക്ക് വരുന്നേ. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ഇത് അല്ല, പേര് ഞാൻ കാണിക്കാം. ഇതാണ്ട് മൊത്തത്തിൽ കുരുങ്ങി കിടക്കും. ഇതിങ്ങനെയുള്ളൊരു കമ്മലാണ്. അതെ, ഇങ്ങനെ വരും ഒരു റിങ് ഇങ്ങനെ കിടക്കുന്നത്, അങ്ങനെയുള്ളൊരു കമ്മലാണ്. പിന്നെ ദേ ഈ കമ്മൽ, പിന്നെ അതേ ഈ ഒരു കമ്മല്, ഈ റിങ് പോലെ വന്നിട്ട് താട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് പിന്നെ കുറച്ച് കുറച്ച് സ്റ്റഡുണ്ട്. ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഈ താമരയുടെ മാലയൊക്കെ ഇറങ്ങിയിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റഡുണ്ട്. മാല മൊത്തം അനിയത്തി ഉണ്ട്. അപ്പോൾ സ്റ്റഡ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് കാണുന്നില്ല. എൻ്റെ കുഞ്ഞോട് ഇതിനകത്ത് നല്ല പരിശോധനയാട്ടോ, അപ്പം പോയതായിരിക്കും. ഇത് വേറൊരു മോഡൽ കമ്മലാണ്. ഇതും എനിക്ക് അമ്മ കൊണ്ടുവന്ന് തന്നതാണ്. ഈ സാരിയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ്. കണ്ടോ? പിന്നെ ഈ കമ്മൽ കുറച്ച് വർഷമായതാണ്. ഇതെനിക്ക് മണിയമ്മ വാങ്ങി തന്നെയാണ് കേട്ടോ. മണിയമ്മയുടെ കൂടെ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഒരു വട്ടം എൻ്റെ അപ്പയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് വാങ്ങി തന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലുള്ള കുറച്ച് കമ്മൽസാണ്. ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മലുകൾ വാങ്ങിച്ചു തന്നിട്ടുള്ള വാവാമ്മ കേട്ടോ. കുറേ കമ്മലുകൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഇങ്ങനെയുള്ള റെഡ്, ബ്ലാക്ക് ഒക്കെ പന്നലേ. ഈ ബ്ലൂ, ഇതാണ്ട് റെഡ്, പിന്നെ ഇതുണ്ട് ഈ ബ്ലൂ, അങ്ങനെ കുറേ കമ്മലുകൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന കുറച്ച് ലോട്ടസിൻ്റെ കമ്മലൊക്കെ ഉണ്ട്. നേരത്തെ ഇപ്പം പകുതിയും കാണുന്നില്ല, ഇത് മാത്രമേ കയ്യിലിരിപ്പുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തില്ല. ഇത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇയറിങ്സ് കളക്ഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും തോനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ അല്ലായിരുന്നു, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ അനിയത്തിക്ക് കൊടുത്തു, കുറേയൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ ഇയറിങ്സ് കളക്ഷൻ ഇത്രയേ ഉള്ളായിരുന്നു. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് മാലകളുണ്ട്. എനിക്ക് വാവാമ്മ വാങ്ങി തന്ന മാലകളാണ് കൂടുതലും ഉള്ളത്. ഫസ്റ്റ് ഡേ ആണ്ട് ഇതൊരെണ്ണമാണ്. ഇത് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയിൽ ഉണ്ട് ഈ മാല. അന്നത്തെ ആ ഡ്രസ്സിന്, അതായത് സെറ്റ് മുണ്ടുമായിരുന്നു, അതിന് പെയർ ചെയ്തുകൊണ്ട് എടുത്തതാണിത്. പിന്നെ വേണ്ട ഈ ഒരു മാല, ഇത് ഞാൻ എൻ്റെ സെറ്റിൻ്റെ മുണ്ടിൻ്റെ കൂടെ ഇടുന്നതാണ് ഇത്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇതേണ്ട ഈ ഒരു മാല എനിക്ക് വാവാമ്മ കൊണ്ടും തന്നതായിരുന്നു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായിട്ട് ഇത് പൊട്ടിപ്പോയതിന് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കല്യാണി ഇടുന്ന മാലയാണ്. അവർക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഈ സെറ്റിൻ്റെ പാവാട ഉടുപ്പുണ്ട് പുള്ളിക്കാരിക്ക്, അപ്പോൾ അതിൻ്റെ കൂടാണ് മിക്കവാറും പുള്ളിക്കാരി ഇട്ടുകൊണ്ട് പോകുന്നത് ഈ മാല. അതുകൊണ്ട് ഇതിൻ്റെ പുള്ളിക്കാരി തന്നെയാണ് വലിച്ചു പൊട്ടിച്ചത്. ഇനി അത് ശരിയാക്കണം. പിന്നെ വേണ്ടേ ഈ ഒരു മാല എനിക്ക് വാവാമ്മ കൊണ്ടുവന്ന് തന്നതാണ്. എനിക്കിത് ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണെന്ന് പറയാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മാലയാണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ എനിക്കിത് ഒരുപാട് ഡ്രസ്സുകളുടെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. ഇപ്പോൾ ഇൻ കേസ് ചുരിദാറായാലും സാരി ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഞാൻ പെയർ ചെയ്തിരുന്ന ഒരു മാലയാണിത്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാലയാണ്. പിന്നെ ഈ ഒരു മാല എൻ്റെ 7th മന്തിലെ ഫങ്ഷന് വേണ്ടി മണിയമ്മ എനിക്ക് വാങ്ങി തന്നതാണ്. അന്ന് ഇടാൻ വേണ്ടി എനിക്ക് വാങ്ങി തന്നതാണ്. ഇത് പലരും ഗോൾഡാണോ എന്ന് ചോദിച്ചു, പക്ഷേ ഇത് ഗോൾഡല്ല. ഇത് കടയിൽ നിന്നല്ലാതെ വാങ്ങിയതാണ്. അന്നങ്ങാണ്ട് ഇതിന് 780-800 രൂപയ്ക്കകത്തായിരുന്നു. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഇങ്ങനെ കല്യാണിക്ക് വേണ്ടി ഇനി ഉപയോഗിക്കാമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇത് എനിക്ക് വാവാമ്മ കൊണ്ടുവന്ന് തന്നതാണ്.
പിന്നെയും വാവാമ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ചെയിനൊക്കെ കണ്ടോ? ഇത് വേറൊരു മോഡലാണ്. മോഡൽ എനിക്കറിയത്തില്ല. വാവാമയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വാവാമ വാങ്ങിയതാണ്. 1200 ആണെന്ന് തോന്നുന്നു. അത്രയായിരുന്നു തോന്നുന്നു. എന്നോട് അങ്ങനെ പറഞ്ഞു. 1200 അത്രയും കണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഇതിൻ്റെ പെയർ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കമ്മലുണ്ട്. ഇങ്ങനെയുള്ള 3 തട്ടിൻ്റെ 4 കല്ല് വെച്ച് ഇങ്ങനെ ഒരു കമ്മലും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു മാലയായിരുന്നു. അപ്പം ഇത് വെച്ചൊന്നും കാണില്ല, ഞാൻ ഇട്ടിട്ടില്ല. ഏതൊരു ഫംഗ്ഷൻ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. ഇടുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലെ ഇയറിങ്സ് കളക്ഷനും മാലകളുടെ കളക്ഷനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ കയ്യിലുള്ള കമ്മലുകളുടെയും മാലകളുടെയൊക്കെ ആ കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ സൂക്ഷിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് നശിപ്പിച്ച് കളയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര പഴകിയതാണെങ്കിലും ഇങ്ങനെ കൈ വെച്ചേക്കും. പിന്നെ ആരെങ്കിലും ചോദിക്കുമെങ്കിൽ അവർക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് കുറേ പേർക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.